ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ്. നമ്മളൊരു ഗസ്റ്റിനെ കാത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ദിവസം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ 3-4 ദിവസങ്ങളിൽ ഒരു ഗസ്റ്റിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ ഗസ്റ്റിനെ കാത്തിരിക്കുകയാണ്. ഇത്രയും ദിവസം കാത്തിരിക്കണമെങ്കിൽ ആ ഗസ്റ്റ് ആരായിരിക്കണം എന്നല്ലേ, അതാണ് പറയാൻ പോണ കാര്യം. എൻ്റെ ചേട്ടൻ അസർബൈജാനിലാണെന്ന് അറിയാലോ. അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, അസർബൈജാനിലാണ് ആള്. അവിടെ ഒരു മറ്റേ COP29 കോൺക്ലേവ് നടക്കുന്നുണ്ട് അവിടെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയം ബാക്കൂല് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ആ വർക്ക് എടുത്തേക്കുന്നത് ഷിജുവേട്ടനാണ്. ഷിജുവേട്ടൻ ദുബായിൽ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ ബേസ് ചെയ്തിട്ട് തുടങ്ങുന്ന ആദ്യത്തെ വർക്കാണ് ഈ അസർബൈജാനിലെ ഈ ബാക്കൂല് സ്റ്റേഡിയത്തിൻ്റെ വർക്ക്, COP29 വർക്ക്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 11 തുടങ്ങി 23 വരെയും കണ്ടാണ്, നവംബറിലാണ് അവിടുത്തെ കോൺക്ലേവ്, ഒരു സമ്മേളനമാണ്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഈ സമ്മേളനം കഴിയുമ്പോൾ അത് UN ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഒരു കോൺഫറൻസ് ആണ്. അത് കഴിയുമ്പോൾ ഇവരുണ്ടാക്കിയ സ്ട്രക്ചർ പൊളിച്ചിട്ട് ഡിസംബർ പകുതിയോടുകൂടിയാണ് ചേട്ടൻ നാട്ടിലെത്തുള്ളൂ. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ഷിജു ഏട്ടൻ ഒരു 5-6 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് കൊടുത്തയക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ആക്ച്വലി ഒരു വൈഫ് ഹൗസിലേക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഷിജുവിൻ്റെ വൈഫ് പ്രീജയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഷിജുവേട്ടന് വട്ടയപ്പം ഇഷ്ടമാണെന്ന് പ്രീജ എപ്പോഴോ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 വട്ടയപ്പം ഷിജുവേട്ടന് വേണ്ടിയിട്ട് അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചു. ഫസ്റ്റ് ദിവസം അന്ന് അവർ വരുന്ന വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം മാവ് കലക്കി വെച്ച്, വട്ടയപ്പത്തിനുള്ളത് മാവ് കലക്കി ഞായറാഴ്ച കാലത്ത് തന്നെ നമുക്ക് ഒരു വെച്ച് വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു. പിള്ളേരൊക്കെ അഡ്ജസ്റ്റത്തിന് വിട്ടിട്ട് ബിരിയാണിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. എന്നിട്ട് ഉച്ചയായപ്പോൾ വിളിച്ചപ്പോൾ അവർ എടുത്തില്ല കേട്ടാ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആക്ച്വലി ഞാൻ അവരുടെ അടുത്ത് കൺഫർമേഷൻ മേടിച്ചിട്ടുണ്ടായില്ല, അവർ വരുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ഇന്ന് വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വരുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ വട്ടയപ്പം ഇറച്ചിക്കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതല്ല, ഉച്ചയ്ക്കാണെങ്കിൽ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ 2 സമയമായപ്പോഴും അവരെ കാണാനില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു 4 മണിയായപ്പോൾ വിളിച്ചു വെച്ചു, ഇനി ചായക്ക് എത്തുമെന്ന് അറിയില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ വിശന്നപ്പോൾ ഒരു കഷ്ണം വട്ടയപ്പം അതിനൊരു മക്കൾക്ക് വേണ്ടി, പിന്നെ അവരുടെ മക്കളും ഒരു 3 സുന്ദരിമണികളുണ്ട്, അപ്പോൾ അവർക്കും കൊടുക്കാനുള്ള ഒരു 3-4 കഷ്ണം ചിക്കൻ വറുത്ത് വെച്ചതുണ്ടായിരുന്നേ. അപ്പോൾ അതിന്ന് ഒരു കഷ്ണം വട്ടയപ്പം ഇറച്ചി എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടാ. അത് കഴിഞ്ഞ് അടിത്തോട ഒതുക്കൽ പുറക്കലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നമ്മൾ എത്ര ക്ലീനാക്കി ഇട്ടാലും അതൊരു 1/2 മണിക്കൂർ നേരം അങ്ങനെ കിടക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കാരണം ഇവർ നമ്മൾ അടങ്ങി ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പപ്പയുടെ കൂട്ടുകാർ വരും, അപ്പോൾ മമ്മിയുടെ കൂട്ടുകാരത്തി വരും, അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുമെന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞ് കുറേ നേരമൊക്കെ പിടിച്ചിരുത്തി. പിന്നെ അത് കഴിഞ്ഞ് അവർ ക്ലീനാക്കാൻ വൃത്തികേടാക്കാണ്ട് അവർ കുറേ ശ്രമിച്ചേട്ടാ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോല് തുടക്കോല് ചൂലെന്നൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഡേ 1 കഴിഞ്ഞു, അവർ വന്നില്ല. ഡേ 2 ഞാൻ കാത്തിരുന്നു. അപ്പോൾ അവർ വരാണ്ടായപ്പോൾ ഈ വട്ടയപ്പവും ബിരിയാണിയൊക്കെ ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അവർ വൈകുന്നേരം വിളിച്ചു പറഞ്ഞു പറ്റുമെങ്കിൽ ഈവനിങ് വരാമെന്ന് പറഞ്ഞു. പക്ഷെ വന്നില്ല കേട്ടാ. അപ്പോൾ അവർ വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ കണ്ട ബഹളങ്ങളൊക്കെ ചെയ്യണത് കേട്ടാ. മുഖത്ത് എല്ലാ പണി കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഒരു മുൾട്ടാണി മുട്ടിയൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് വെറുതെ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു അന്ന് ഈവനിങ് വരാൻ പറ്റുമെന്ന് നോട്ടെ, തൃശ്ശൂരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും വന്നില്ല, ഡേ 1 വന്നില്ല കേട്ടാ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ 5-6 ദിവസത്തേക്ക് വന്നാണ്, ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാണ്, പക്ഷെ അവർക്ക് പിന്നെ എന്നെ വട്ടാക്കണ പരിപാടിയുണ്ട്. പെട്ടെന്ന് പറയാണ്ട് വരും നമ്മളെ സർപ്രൈസ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ സർപ്രൈസ് ആക്കാൻ തൃശ്ശൂരാന്ന് വെറുതെ പറയണ്ടായിരിക്കും, ഇപ്പോൾ വരുമായിരിക്കും എന്ന് വെച്ച് കാത്തിരുന്ന്
അങ്ങനെ കണ്ടില്ല. ഡേ 2 കണ്ടില്ല. അങ്ങനെ പറഞ്ഞും പിടിച്ചു ബുധനാഴ്ച അവർ വരാമെന്ന് സമ്മതിച്ചു. അപ്പം ഞാൻ ഈ ഫ്രിഡ്ജിൽ കയറ്റിയ ബിരിയാണി എടുത്തില്ല, കാരണം അത് ചിക്കൻ കറി ഉണ്ടായില്ലോ. അപ്പം ഞാൻ വട്ടയപ്പൊക്കെ എടുത്ത് ചൂടാക്കി പിന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു ചക്ക കിട്ടി, കുട്ടപ്പാപ്പൻ മേടിച്ചുകൊണ്ട് വന്ന ചക്കയാണ്. അത് വെട്ടി കുട്ടമാമ ഇതാക്കി തന്നു, ചുള പറിച്ചു തന്നു. അപ്പം അത് വേഗം ഒരു 4 മണിയായപ്പോൾ എനിക്ക് ചക്ക കിട്ടിയപ്പോൾ വേഗം നുറുക്കി വേഗം ഉപ്പേരി മുളക് കുത്തിപ്പൊടിച്ച് കാച്ചി. കാരണം ചക്ക ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഡേ 1, ഡേ 2, ഡേ 3 കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ബുധനാഴ്ച അവർ വരാമെന്ന് സമ്മതിക്കില്ല, അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് അവർ വിളിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കിണ്ണത്തപ്പവും വട്ടയപ്പവും പിന്നെ കുറച്ച് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും ചക്കുപ്പേരിയും കുഴലപ്പവും എല്ലാ സാധനങ്ങളും ഏതെങ്കിലും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ പച്ചപ്പലഹാരം കൂടുതൽ ഇഷ്ടമാണ്. കാരണം അവർ പുറത്തുള്ളവരല്ലേ, ഷിജനൊക്കെ പുറത്തുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുമ്പോഴല്ലേ ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് പ്രീജൊക്കെ അവർ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കും കേട്ടാ. ഷിജേട്ടൻ വരുന്നു പറയുമ്പോഴേക്കും പ്രീജ അതൊക്കെ ഉണ്ടാക്കി വെക്കും. കാരണം പിന്നെ ആൾക്ക് അതിനൊന്നും കൊതി ഉണ്ടായില്ല. പക്ഷെ ചക്ക കിട്ടാനില്ല, അതുകൊണ്ട് ചക്കപ്പേര് നല്ലോണം കഴിച്ചോ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പറഞ്ഞു പിടിച്ച് അവർ വന്ന് കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. ഇവർ വന്നു കഴിഞ്ഞാലത്തെ കാര്യം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായ കൂടില്ല, അവരുടെ വായും കൂടില്ല. വർത്താനം പറഞ്ഞ് എന്താന്നറിയില്ല. എത്ര ദിവസം ഇരുന്നാലും നമുക്ക് ടോപ്പിക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എത്ര ഒരു സിനിമയിൽ പറയില്ലേ, എത്ര കഴിച്ചാലും മടുക്കാത്തൊരു പണിയാണ് ഇതെന്ന് പറയുന്നത്. അത് ഭക്ഷണമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങളൊരു 4 കൂട്ടരുണ്ടല്ലോ. ഷിജുവേട്ടനുണ്ട്, ഷീജമഞ്ചേട്ടനുണ്ട്, അനിലേട്ടനുണ്ട്, പിന്നെ ഷഫീഖേട്ടനുണ്ട്. ആള് അങ്ങനെ ഓൾവേസ് അവൈലബിൾ അല്ല, അവർ കൊല്ലത്തെ വീട്. അപ്പം ഞങ്ങൾ ഈ 4-5 പേരും ഞങ്ങളുടെ വൈഫും, അതായത് ഞങ്ങൾ വൈഫുമാരും അവരുടെ മക്കൾ എല്ലാവരും തിരക്കാരാണ്. ഐസൽ ആണ് ഉള്ളതിൽ ഇച്ചിരി 1 വയസ്സ്. ഐസൽ തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടൊക്കെ ചെടുങ്കാട്ടികൾ കുണുന്നനെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാണ് കേട്ടാ, ഇതൊക്കെ എൻ്റെ ഫാൻസാണെന്ന് പറയണം. കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഇവർ കാണും. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ പറയും, ബിസാൻഡി അങ്ങനെ പറഞ്ഞില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്നും പറഞ്ഞ് എന്നെ വാരലാണ് ഇവരുടെ ഒരിത് കേട്ടോ. അപ്പോൾ ഇതും പറഞ്ഞിരുന്ന് എത്ര ദിവസം കിട്ടിയാലും നമ്മൾക്ക് സംസാരിച്ച് തീരാത്തത്ര സബ്ജക്റ്റുകളുണ്ട്. അത് ഞങ്ങൾ ഭർത്താക്കന്മാരും ഞങ്ങളും ഇവിടെ എല്ലാവരും സെയിമാണ്. അതായത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഇച്ചിരി ഇതായിരിക്കും, ഭയങ്കര സീരിയസ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്താ പറയുക, അങ്ങോട്ട് കളിയാക്കും ഇങ്ങോട്ട് കളിയാക്കും, എന്താ ഭയങ്കര ഒക്കെ ഫ്രണ്ട്സാണ്. കെട്ടിയോനില്ല, അതായത് കെട്ടിയോളല്ല ഒക്കെ ചിലപ്പോൾ അവരുടെ പരാതികൾ പറയും, ഇവരുടെ പരാതികൾ, അപ്പോൾ പോകാൻ വഴികൾ, പരിഭവങ്ങൾ, തമാശകൾ, അമളികൾ, പിന്നെന്താ ഉപദേശങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഞങ്ങളീ 4 കൂട്ടരും ഭയങ്കര വൈബാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു വീട്ടിലെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഗെറ്റ് ടുഗദർ ഉണ്ടാവും. മിക്കതും ഷിജേട്ടൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പറയും. പ്രിൻസ് ഡബിളൊക്കെയാണ്. പിന്നെ ഞാൻ പറയും, എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും ദൂരം പോകുമ്പോൾ ഛർദ്ദിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറയും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറയും. അപ്പോൾ അവർ പറയും ഇങ്ങോട്ട് വരണ്ട, എല്ലാവർക്കും എളുപ്പമുള്ളത് അങ്ങോട്ട് പോകാം, വരന്തരപ്പള്ളി എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഷെറിനാണെങ്കിൽ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഷെറിൻ വിളിക്കും. അപ്പോൾ നമുക്ക് ഭക്ഷണമൊന്നും അല്ല മെയിൻ, ഇരുന്ന് വർത്താനം, വളിപ്പടി വർത്താനം, വെറുതെ ഇങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണെന്നാണ്. അതായത് ഏറ്റവും സന്തോഷമുള്ള സ്ഥലം എവിടെയാണ് എൻ്റെ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറയും ഈ ഗെറ്റ് ടുഗദറാന്ന് പറയും. ഈ ഗെറ്റ് ടുഗദർ വേറെ എവിടെയും ഗെറ്റ് ടുഗദർ ഉണ്ട്, ആൾക്ക് അത്ര അങ്ങോട്ട് എൻജോയ്മെൻ്റ് അല്ല. പക്ഷെ ഇവിടെ ഭയങ്കര രസമാണ്, എല്ലാവരും ഒരേ വൈപ്പായതുകൊണ്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നത്. പിന്നെ ഷിജേട്ടനും മക്കളും ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ അവർ.
മക്കളൊക്കെ എന്തൊക്കെയോ ചെറുത് എന്തൊക്കെയോ കഴിച്ചുള്ളൂ. അവരങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ചിലപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും അങ്ങനെ വേണ്ടി വരില്ലായിരിക്കും. എല്ലായിടത്തും ഇങ്ങനെ തന്നെയല്ല കഴിക്കുക. പിന്നെ ചക്കക്കൂട്ടാനാണ് ഷിജുവേട്ടന് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഇവരോട് വർത്താനം പറഞ്ഞു. കൊച്ചു പെട്ടെന്ന് മേടിച്ച് ഞാൻ എൻ്റെ കയ്യുമ്പോൾ കുറച്ച് എരിവുണ്ടായിരുന്നു. ചക്കയുടെ കുത്തുമുളക് പൊടിയുടെ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുഖം തുടച്ചപ്പോൾ എൻ്റെ കണ്ണിലായി പോയി. അപ്പം ഞാൻ അവളോടൊക്കെയാണ്, നീ മുളക് പൊടി എടുത്തിട്ടാണോ ഓടി വന്നു ചോദിച്ചു. കൊച്ചു പെട്ടെന്ന് മേടിച്ചപ്പോൾ ഷിജുവേട്ടൻ പറഞ്ഞു, പിന്നെ അവളെല്ലാം മുളക് പൊടി എടുക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ പ്രീജനെ സംബന്ധിച്ച് പറഞ്ഞൊരു പാവട്ടത്. കാരണം നമ്മളെന്താ അതെ അല്ലേ, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇന്നസെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഷിജുവേട്ടൻ എവിടെ പോയാലും ഒരു 3-4 ദിവസത്തേക്ക് വരും കേട്ടോ നാട്ടിൽ. ഭയങ്കര ഫാമിലി മാനാണ് ആള്. അപ്പം അങ്ങനെ അവർ പോയി ഒരു 1.5 മണിക്കൂർ നേരം വർത്താനം പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പോയി. അവരവരുടെ അപ്പച്ചൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളും അതിൽ മിഠായിയും കണ്ട ലേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവന്മാർ അതിൻ്റെ തിരക്കിലും ഞാൻ ഉണ്ടാക്കിയ പലഹാരം തീർക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.